ഒരിടവേളയ്ക്ക് ശേഷം UAE-യും ഇറാനും തമ്മിൽ മറ്റൊരു ഏറ്റുമുട്ടലോ എന്ന് തോന്നിപ്പിക്കുന്ന സന്ദർഭമാണ് കഴിഞ്ഞ ദിവസം UAE-യിൽ സംഭവിച്ചിരിക്കുന്നത്. UAE-യിലേക്ക് 2 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു ഇറാൻ എന്നാണ് UAE-യുടെ ആരോപണം. എന്നാൽ ആ മിസൈലുകൾ തങ്ങളുടേതല്ല എന്ന് ഇറാനും വ്യക്തമാക്കുന്നു. എങ്കിൽ പിന്നത് ആരുടേതാണ്? കണ്ടെത്തേണ്ടതാണ്. മിസൈലുകൾ സമുദ്ര ഗതാഗതത്തെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാണ് വിലയിരുത്തൽ. ഇവ രണ്ടും കടലിൽ പതിച്ചതിനാൽ കരയിൽ യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്നും UAE വ്യക്തമാക്കി. ആദ്യ മിസൈൽ UAE-യുടെ പ്രാദേശിക സമുദ്രപരിധിക്ക് പുറത്തും രണ്ടാമത്തേത് രാജ്യത്തിന്റെ പ്രാദേശിക സമുദ്രപരിധിക്കുള്ളിലുമാണ് പതിച്ചത്. വ്യോമ പ്രതിരോധ സംവിധാനം മിസൈലുകൾ തകർക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. സംഭവത്തെ തുടർന്ന് UAE അതീവ ജാഗ്രതയിലാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമുദ്ര ഗതാഗതത്തിനും നേരെയുള്ള ഏത് ഭീഷണിയും നേരിടാൻ സജ്ജമാണെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പിന്നീട് മൊബൈൽ അലർട്ടിലൂടെ സ്ഥിതിഗതികൾ സുരക്ഷിതമാണെന്നും സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം പ്രാദേശിക സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനുമായുള്ള എല്ലാ വ്യാപാര വാണിജ്യ ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. UAE വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ഡയറക്ടർ അഫ്ര അൽ ഹമേലിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നിലവിലെ സാമ്പത്തിക ബന്ധങ്ങളുടെ സ്ഥിതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അവർ തള്ളുകയും ചെയ്തു. പ്രാദേശികവും അന്തർദേശീയവുമായ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന മേഖലാതല സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇടപാടുകൾ നിർത്തിവെച്ചതെന്ന് അൽ ഹമേലി വ്യക്തമാക്കി. തീരുമാനം ഇനിയൊരു അറിയിപ്പുണ്ടാക്കുന്നതുവരെയും തുടരും. അതേസമയം സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഭാഷണം, സഹകരണം, പ്രാദേശിക ഏകീകരണം എന്നിവയോടുള്ള UAE-യുടെ പ്രതിബദ്ധത തുടരുമെന്നും അവർ വ്യക്തമാക്കി. അതേസമയം മിസൈൽ വർഷിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. UAE-യിലേക്ക് ഇറാൻ 2 മിസൈലുകൾ വിക്ഷേപിച്ചെന്ന ആരോപണം ഇറാൻ തള്ളി. UAE-യുടെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബക്കായി പറഞ്ഞു. ഇത്തരം ആരോപണം നല്ല അയൽബന്ധത്തിന്റെ തത്വത്തിന് വിരുദ്ധമാണെന്നും മേഖലാ രാജ്യങ്ങൾക്കിടയിൽ വിശ്വാസം വളർത്തുന്നതിനും സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാകുന്നത് തടയുന്നതിനുമുള്ള ശ്രമങ്ങൾ ദുർബലപ്പെടുത്തും എന്നുമാണ് ബക്കായി പറഞ്ഞത്. ഇറാനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് മേഖലയിലെ രാജ്യങ്ങൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.